അങ്ങനെയല്ല, ഞങ്ങളൊരു ഫാമിലി എൻ്റർടൈനർ, ഒരു റൊമാൻറ്റിക് ഹ്യൂമർ, എല്ലാ എലമെൻസും ഉൾക്കൊള്ളിക്കുന്ന ഫൈറ്റ് എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറായിട്ടാണ് സിനിമ ഞങ്ങളെ ഇറക്കിയിരിക്കുന്നത്. അപ്പം ഐ എം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് ജിഷ്ണു ഇതിൽ തന്ന് സഹായിച്ചിരിക്കുന്നത്. മധുബാബ് സാറിൻ്റെ ക്യാമറയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പാലക്കാടിൻ്റെ ആ ഒരു ബ്യൂട്ടി ഫുൾ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ള പാട്ടുകളുള്ളൊരു, എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാളത്തിൽ കുറേ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഇപ്പോൾ വളരെ കുറവാണ്. എല്ലാം കുറച്ച് എന്താ പറയുക, മ്യൂസിക്കലി ലൗഡായിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ എല്ലാ പ്രായത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നല്ല പാട്ടുകളും ഇതിലുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. ബാക്കി ഓഡിയൻസാണ് തീരുമാനിക്കേണ്ടത്. അവർ തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് ബാക്കി പറയട്ടെ എങ്ങനെയാണ് എന്താണ് ഇനി മുന്നോട്ട് എന്ന് ശരിക്കും ചിന്തിക്കാൻ പറ്റിയൊരു സിനിമ. പിന്നെ ഒരു നോർമൽ മനുഷ്യ മനസ്സിലുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ലൈഫ് നല്ല അസലായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് നന്നായിട്ടുണ്ട്, പാട്ട് സൂപ്പർ സോങ്സ്, പിന്നെ അവസാന ട്വിസ്റ്റ് നല്ല ഗംഭീരമായി. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലേക്ക് പോയതുകൊണ്ട് തന്നെ സിനിമ നമ്മൾ മറക്കില്ല. ലാസ്റ്റ് ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു ഭാഗം. പിന്നെ ആ വയലാറിൻ്റെ ആ പാട്ടെടുത്തതും ആ പാട്ട് സിനിമയ്ക്ക് നല്ല അസലായിട്ട് യോജിക്കുന്നുണ്ട്. ഗ്രാമീണ പശ്ചാത്തലം നന്നായിട്ടുണ്ട്. എല്ലാം വിഷ്വൽസും എല്ലാം സൂപ്പർ, നല്ല സിനിമ, ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമ. റൊമാൻസ് ലാൻഡ് പിടിച്ചിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനറും ഒരു ഇത്രയും കോമഡി എലിമെൻസും നല്ല മ്യൂസിക്കൊക്കെ ആയിട്ട് ചെയ്ത് വണ്ടർഫുള്ളായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തിട്ടുള്ള ഇത്ര രസമായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളും ഓവർലാപ്സ് ഒക്കെ എടുത്ത് രസമായിട്ട് നോക്കിയിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് എത്ര ആനന്ദം ഉണ്ടായി, അതിൽ നിന്ന് പ്രേക്ഷകർക്ക് ഉണ്ടാവും എന്നൊരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കത് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ നല്ലൊരു നല്ല ഫൈറ്റ്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട് ഫൈറ്റ് സൂപ്പർ, ഒരു രക്ഷയില്ല. ഒരു നാടനല്ലേ ചുരുളായിട്ട് എന്താ പറയുക, കൂടുതലോ കുറവോ ഓവർ ആക്ടിങ്ങോ ഒന്നുമില്ല, എല്ലാം പെർഫോം. എന്തായാലും നല്ല ഫാമിലി, എന്താ പറയുക, രസമുണ്ട് കാണാൻ. എപ്പോൾ പറഞ്ഞു നല്ല അടിപൊളി തീർച്ചയായും. പണ്ടത്തെ സിനിമകൾ കാണുന്നില്ലേ ജയറാം വിജയൻ, അതേപോലെ നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും, ഒരു രക്ഷയില്ല. ആ കഥകൾ വ്യത്യസ്തമായിട്ട് പറയുന്നിടത്താണ് ഈ പടം വിജയിച്ചിരിക്കുന്നത്. പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രണയവും മറ്റൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. സിദ്ധാർത്ഥ് ഭരതൻ്റെ ഗ്രാഫ്, ഓരോ ചിത്രങ്ങൾ കഴിയുമ്പോഴും ആളുടെ പ്രസൻസ് സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ആ ക്യാരക്ടർ എന്തിനായിട്ട് എനിക്ക് എൻ്റെ ഏറ്റവും തോന്നിയിട്ട് സിദ്ധാർത്ഥ് ഭരതനാണ്. പിന്നെ ഉണ്ണിലാലും ഒന്നും അധികം സിനിമകൾ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ഈ ചിത്രത്തിൽ അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഉണ്ണിലാലിൻ്റെ കൂടെയുള്ളവർ, അതിൽ പുതിയ ഒരുപാട് പേര് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു അനുഭവമാണ്. ചെറിയ ചെറിയ സിനിമകൾ നന്നായിട്ട് വരണം. അത് ഇത്തരം സിനിമകളൊക്കെ അതിനൊരു പ്രാധാന്യം കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറയുന്നു എന്നുള്ളതല്ല, എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. മധു അമ്പാട്ടിൻ്റെ ക്യാമറ, അത്തരം ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്.